നമുക്കൊപ്പം ജിമ്മി ജെയിംസ് കൂടി ചേരുകയാണ്. ജിമ്മി ജെയിംസ്, ഇപ്പോഴത്തെ സാഹചര്യം അതൊരു പൂർണ്ണ തോതിലുള്ള എസ്കലേഷനിലേക്ക് മാറുന്നതാണോ ഈ രാത്രിയിൽ നമ്മൾ കാണുന്നത്? ഇതുവരെ കാണാത്ത തിരിച്ചടി നൽകാൻ പോകുന്നുവെന്ന് പറയുകയാണ്. ഹൈഫ ലക്ഷ്യമിടുന്നു, അവിടെ സൈറണുകൾ മുഴങ്ങുന്നു. പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ ഇസ്രയേൽ അഭിമാനത്തോടെ നോക്കിക്കാണുന്നതാണ്. അതിനെയെല്ലാം തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറാനും കൂടി ഇറങ്ങുകയാണ്. നോക്കൂ സുജയ, ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിയുന്നു. വളരെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറയുന്നതല്ലാതെ ഇതുവരെ കാര്യമായൊരു തിരിച്ചടി അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡ്രോണുകളുടെ ആക്രമണമാണ് ഹൈഫയിലും മറ്റ് പ്രദേശങ്ങളിലും ഉണ്ടായത് ഇതുവരെ. അത് ഇറാൻ്റെ ഔദ്യോഗിക മിലിറ്ററിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും നമ്മൾ കാണുമ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ വരുന്നു, ഇതുവരെ കണ്ട ഇറാനല്ല നിങ്ങൾ ഇന്ന് രാത്രി കാണാൻ പോകുന്നത്. കാത്തിരിക്കൂ, ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കായി എന്നാണ് 1.5 മണിക്കൂർ മുമ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ സൈന്യത്തിൻ്റെ ട്വീറ്റ് വന്നത്. പക്ഷേ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഈ രാത്രി ഒരുപാട് നീളമുണ്ട്. പക്ഷേ തൽക്കാലം ഇസ്രായേലിൻ്റെ അധീശത്വമാണ് നമ്മൾ കാണുന്നത്. 2-3 തവണ ഇറാൻ്റെ മേലുള്ള വലിയ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിക്കും എന്നും നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. പൂർണ്ണ യുദ്ധമാണ്, ഇറാനെ തകർത്തിരിക്കും, ഇന്ന് രാത്രി അത് സംഭവിക്കും എന്ന മട്ടിലുള്ള വലിയ വെല്ലുവിളിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. അത്രയും മുന്നിലേക്ക് പോയിരിക്കുന്നു ഇസ്രായേൽ എന്ന് മാത്രമല്ല, അത് നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. വ്യാപകമായി ഇറാനിൽ 3-ാം ദിവസവും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? തിരിച്ച് 2 മണിക്കൂർ മുമ്പാണ് ആദ്യത്തെ ട്വീറ്റ് പുറത്തു വന്നത്. ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ വാഹന വ്യൂഹം കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ തിരിച്ചടി തുടങ്ങാൻ പോവുകയാണെന്ന് ഇറാൻ പറഞ്ഞു. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് ഇറാൻ്റെ മറുപടി എന്താണ്. അതോ ഇന്ന് രാത്രി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ മറ്റ് പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതികരണം ABC-ക്ക് അടക്കം കൊടുത്ത അഭിമുഖത്തിൽ നമ്മൾ കണ്ടതെന്താണ്? ഇറാന് ഇപ്പോൾ കാട്ടിയതിന് ഹെവി പ്രൈസ്, കനത്ത വില തരേണ്ടി വരും, അല്ലെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും. ഇറാന് നേരെയുള്ള ആക്രമണം, അതായത് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു സെക്കൻഡ് ലെയർ ഓഫ് അറ്റാക്സിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്ന സൂചനകൾ കൂടി വരികയാണ്. ജിമ്മി ജെയിംസ്, സുജയ, അത് മാത്രമല്ല, ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. അത് ഇറാന് ദീർഘകാലത്തേക്കുള്ള തിരിച്ചടിയാണ്. പക്ഷേ നമ്മുടെ ചോദ്യം, ഇറാൻ്റെ സൈനിക സന്നാഹങ്ങളെ തകർക്കാൻ ഇസ്രായേൽ ഇതിനോടകം കഴിഞ്ഞോ? ആദ്യത്തെ 2 ദിവസം ഇസ്രായേൽ ഇതാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും അങ്ങനെ സംഭവിച്ചതേയില്ല. തിരിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു ശരവർഷമാണ് ഇസ്രായേൽ കണ്ടത്. ഗാസയിൽ എങ്ങനെയാണോ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞത്, അതുപോലെ ടെല്ലവീവിൻ്റെ പരിസരങ്ങളിൽ കെട്ടിടങ്ങൾ തകരുന്നത്, ഇസ്രായേലികൾ കരയുന്നത്, അവരുടെ മൃതദേഹങ്ങളുമായി ആളുകൾ പോകുന്നത് എല്ലാം നമ്മൾ കണ്ടു. ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഇറാനെ ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പത്തിമടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഈ രാത്രി 3-4 മണിക്കൂർ കഴിയുമ്പോൾ വളരെ വലിയ നാശം ഇസ്രായേലിൻ്റെ വ്യോമസേന അവരുടെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ്റെ മേൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയേണ്ട ഒരു കാര്യം, ഈ ആക്രമണത്തിൽ ഇറാൻ്റെ നിർണായകമായ സൈനിക ശക്തിയെ നിർവീര്യമാക്കപ്പെട്ടോ, അതോ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ ശരവർഷം? അവർ പറഞ്ഞത് ഹിസ്റ്ററി വിൽ നെവർ വിറ്റ്നസ് സച്ച് ആൻ അറ്റാക്ക് എന്ന മട്ടിൽ വരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശരവർഷമെന്നാണ്. അതെപ്പോൾ, അതെങ്ങനെ, അത് ഏത് ലക്ഷ്യത്തിലേക്ക്, അതോ അത് നടത്താനുള്ള ശേഷി ഇറാന് നഷ്ടപ്പെട്ടോ? ഇതാണ് അറിയേണ്ടത്. നമ്മൾ ഈ രാത്രി ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തൽക്കാലം പൂർണ്ണമായ മേൽക്കൈ ഇസ്രായേലിനാണ് എന്ന് മാത്രമല്ല, ജിമ്മി ജെയിംസ്, അതുപോലെ തന്നെ ഒരു വെടിനിർത്തലിനായിട്ടുള്ള ശ്രമങ്ങൾ, വാഷിംഗ്ടണിൽ നിന്നുള്ള ഒറ്റ കോൾ മതി എന്നൊക്കെ പറയുന്നത് ഇറാൻ ഔദ്യോഗികമായി തന്നെയാണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് ഇത് യുദ്ധത്തിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നത് പോലെയാണ് G7-ലെ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ഇതിനായി ബന്ധപ്പെടുന്നുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനെ വെടിനിർത്തൽ ധാരണയ്ക്ക് സമ്മതിപ്പിക്കണം, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഇടപെടുത്തിക്കാനുള്ള ഇറാന്റെ നീക്കം അത് നടക്കുന്നതായുള്ള വിവരങ്ങൾ ഒരു ഭാഗത്തു കൂടി വരുന്നുണ്ട്. സുജയ, 2 കാര്യങ്ങളാണ് ഇന്ന് വൈകുന്നേരം സംഭവിച്ചത്. ഇന്ന് വൈകുന്നേരം ഇറാന്റെ പാർലമെന്റിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു പുതിയ ബില്ല് കൊണ്ടുവരാൻ പോവുകയാണ്. 1970-ൽ ഇറാൻ ഒപ്പുവെച്ച ആണവ നിർവ്യാപന കരാർ, ആ കരാറിൽ നിന്ന് പിന്മാറാൻ പോകുന്നു എന്ന പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം വന്നു. അതിനുശേഷമാണ് ഇസ്രായേലിന് വലിയ ആക്രമണം വരുന്നത്. അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ എന്ന് മാത്രമല്ല, തിരിച്ചുള്ള ഏത് ആക്രമണത്തെയും അമേരിക്കയുടെ പടക്കപ്പലുകൾ തടയും, അവരുടെ സൈനിക സംവിധാനം ഉപയോഗിച്ച് തടയും എന്ന കാര്യവും വ്യക്തമായിരിക്കുന്നു. ആദ്യത്തെ ദിവസം ഒരുപക്ഷേ അമേരിക്കയുടെ പോലും പൂർണ്ണ പിന്തുണ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഇറാനെ പൂർണ്ണമായും തകർക്കും എന്ന ഒരു സാധ്യതയിലേക്ക് ഇസ്രായേൽ എത്തുമ്പോൾ
അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു രാത്രി കൊണ്ട് ഇറാൻ്റെ പരമാവധി ശക്തി നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്കയും എത്തുകയാണ്. വളരെ പ്രീ പ്ലാൻഡായ വളരെ കൃത്യമായ ഒരു ആക്രമണം ഇന്ന് ഇസ്രായേലിൽ നടത്താൻ കഴിയുന്നു. ഇറാൻ സൈന്യം നിർവീര്യമാക്കപ്പെടുന്നു. ഇതൊക്കെയാണ് പദ്ധതി. നമുക്കറിയില്ല എത്ര വലിയ നാശനഷ്ടമാണ് ഇന്ന് രാത്രി ഇറാനിൽ ഉണ്ടായതെന്ന്. അത് അറിയണമെങ്കിൽ ഡ്രോണുകളുടെ ആക്രമണം മാത്രം പോരാ. നമ്മളിപ്പോൾ കാണുന്ന പോലെ ഹൈഫ പട്ടണത്തിന് ചുറ്റുവട്ടമൊക്കെ ഡ്രോണുകളുടെ ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ, ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്ന ഇറാൻ്റെ സന്നാഹങ്ങൾ അവിടെ, ആകാശത്തിലേക്ക് അഗ്നിവർഷം പോലെ വരാൻ പോകുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ എവിടെ പോയി? അതോ ഒരു പറ്റിയ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ചെറിയ സൂയിസൈഡ് ഡ്രോണുകൾ അയച്ച് അവരുടെ ഡ്രോൺ വേദ സംവിധാനങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം കൃത്യമായി അതിന് മറുമരുന്നായി വലിയ മിസൈലുകൾ അടിക്കുക. ഈ തന്ത്രം നമ്മൾ കണ്ടതാണ്. ഇതേ തന്ത്രമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടത്. ഇന്ന് ഇറാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണോ? ഡ്രോണുകളുടെ ആക്രമണം നടന്നു കഴിഞ്ഞു. അത് മിക്കവാറും എല്ലാം നിർവീര്യമാക്കപ്പെട്ടും കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഊഴമാണ്. ഇറാന് അതിനുള്ള ശക്തി ബാക്കിയുണ്ടെങ്കിൽ അതുമാത്രം സസ്പെൻസാണ്.